നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 2/1/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം സ്വർണ്ണവില 120 രൂപയാണ് കൂടിയിരിക്കുന്നത് ഒരു പവൻ്റെ മുകളിൽ. ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 185, RSS 5 കിലോ 181, ISNR 20 164 രൂപ 50 പൈസ, ലാറ്റക്സ് 60% DRC ഉള്ള 129 രൂപ 45 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 185, RSS 5 കിലോ 181. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 171 രൂപ 50 പൈസ, ലോട്ട് കിലോ 165 മുതൽ 170 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 122, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 50 പൈസ. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 176, RSS 5 കിലോ 172. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 177, RSS 5 കിലോ 173, ISNR 20 161 രൂപ 50 പൈസ മുതൽ 162 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 103 രൂപ 50 പൈസ മുതൽ 115 രൂപ. ഫീൽഡ് ലാറ്റക്സ് 172, ഫാക്ടറി വില 182. 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 8600, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 11320, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 12040. ഇതാണ് രാവിലത്തെ റബ്ബർ വില. ആൾക്കാരും ടാപ്പിംഗ് ഒക്കെ നിർത്തി വരികയാണ്. കാരണം പാലില്ലാത്തത് കൊണ്ടും റബ്ബറിൻ്റെ മരങ്ങൾ ഇല കൊഴിയുന്നതും ടാപ്പ് ചെയ്യാനാകാതെ വിലയില്ലാത്തതും കർഷകരെ തീരാ ദുഃഖത്തിലാക്കി. അതുകൊണ്ട് മടുത്താണ് ചില ആൾക്കാരൊക്കെ റബ്ബർ ടാപ്പിംഗ് നിർത്തുന്നത്. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 12380, ഒരു പവൻ 99,040. അതുപോലെ 24 ക്യാരറ്റ് രൂപ 13,506, ഒരു പവൻ 1,08,048. അതുപോലെ 18 ക്യാരറ്റ് രൂപ 10,129, ഒരു പവൻ 81,332. ഇന്നത്തെ 1 ഗ്രാമിൻ്റെ മുകളിൽ 15 രൂപയാണ് കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, തേങ്ങ പച്ചത്തേങ്ങ ചകരിയുള്ളത് 60 മുതൽ 80, കൊപ്ര എടുത്തുപിടി 187, കൊക്കോ 360, കച്ചോലം ഉണങ്ങിയത് 500, വെളിച്ചെണ്ണ ലിറ്റർ 430, ഗ്രാമ്പു 800, ഗ്രാമ്പു നാടൻ 910, പിണ്ണാകസ്പലർ 41, റോട്ടറി 42, കുരുമുളക് അൺകാർബിൾ കിലോ 700, കുരുമുളക് പുതിയത് 690, കുരുമുളക് കാർബിൾ കിലോ 720, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ 10, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 270, കുരുമുളക് വയനാടൻ 685, കുരുമുളക് ചേട്ടൻ 675, പൈനാപ്പിൾ പച്ച 39, പഴം 52. അറിവും നൈപുണ്യവും കൈമുതലായ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റിച്ചേർക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകളിൽ പ്രധാനപ്പെട്ടതാണ് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ്. ഈ വർഷത്തെ ഫെലോഷിപ്പിന് ഇന്നു മുതൽ അപേക്ഷിക്കാം. UGC അംഗീകാരമുള്ള സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും റെഗുലർ ഫുൾ ടൈം ഗവേഷണം ചെയ്യുന്ന കേരളീയരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഫെലോഷിപ്പിന് അപേക്ഷിക്കാനാകുക. പ്രതിമാസം 20,000 രൂപ വീതം ഒരു വർഷത്തേക്ക് ഒറ്റത്തവണയായി 2,40,000 രൂപ ഫെലോഷിപ്പായി അനുവദിക്കും. അപേക്ഷകർ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെയോ സർവകലാശാലയുടെയോ ഫെലോഷിപ്പുകളോ മറ്റ് സാമ്പത്തിക സഹായമോ ലഭിക്കാത്തവർക്കാണ് പ്രസ്തുത ഫെലോഷിപ്പ് ലഭ്യമാക്കുന്നത്. 30% ഫെലോഷിപ്പുകൾ പെൺകുട്ടികൾക്കായും 5% ഫെലോഷിപ്പുകൾ ഭിന്നശേഷിക്കാർക്കായും സംവരണം ചെയ്തിട്ടുണ്ട്. അപേക്ഷകർക്ക് ഏതെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് വേണം. ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, 4ാം നില വികാസ് ഭവൻ, തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ ജനുവരി 15 മുമ്പായി ഒരു പൂരിപ്പിച്ച അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. ആകട്ടെ, അർഹതയുള്ളവർ അപേക്ഷിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.